ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗർ സുജാതയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്, കൺമണി ഇപ്പൊ വരും. അവള് വരുമ്പോ നീ ഇങ്ങനെ മുഖം കറുപ്പിച്ച് നിൽക്കരുത്, അവൾക്ക് സംശയം ഉണ്ടാകും. കൺമണി അപ്പോഴേക്കും ഐസിയുവിൽ നിന്ന് കൃഷിനെ കണ്ട് ഇറങ്ങി വരികയാണ്. കൺമണി സാഗറിനോടും സുജാതയോടും ആയിട്ട് പറയുന്നുണ്ട്, ഡോക്ടർ വന്നിരുന്നു, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, ഇപ്പൊ കൃഷ് സാറിന് നല്ല മാറ്റമുണ്ട്, ബ്ലീഡിംഗ് അല്പം കുറഞ്ഞിട്ടുമുണ്ട് എന്ന്. സുജാതയ്ക്ക് എന്നിട്ടും സന്തോഷമില്ല എന്ന് കാണുമ്പോൾ കൺമണി വീണ്ടും പറയുന്നുണ്ട്, അമ്മ പേടിക്കണ്ട, കൃഷ് സാറിന് ഇപ്പൊ നല്ല മാറ്റമുണ്ട്. കൃഷ് സാർ ഇപ്പോ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു, മാത്രമല്ല അമ്മയെ ഒന്ന് കാണണമെന്നും പറഞ്ഞിരിക്കുക. കുറച്ചു നേരം മുന്നേ ഞാൻ വന്ന് നോക്കിയപ്പോ അമ്മയെ കണ്ടില്ലായിരുന്നു. സാഗർ അപ്പോഴേക്കും അതിന് മറുപടിയായിട്ട് ഞങ്ങൾ ബ്ലഡ് ബാങ്ക് വരെ ഒന്ന് പോയിരിക്കുകയായിരുന്നു എന്ന് കൺമണിക്ക് മുമ്പിൽ ഒരു കള്ളം നിരത്തുകയാണ്. കൺമണി പറയുന്നുണ്ട്, കുഞ്ഞു കുട്ടികളെ പോലെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് കൃഷ് സാറ്. സുജാത എന്നിട്ടും വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ കൺമണി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് സുജാതയെ കണ്ടിട്ട്. അപ്പോ സാഗറാണ് പറഞ്ഞു കൊടുക്കുന്നത്, അത് പിന്നെ ഒന്നുമില്ല മോളെ, ഇന്നലെ രാത്രി മുതൽ അവന്റെ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുകയല്ലേ, അതിന്റെ ഒരു ക്ഷീണം. സുജു, നീ കൺമണി പറഞ്ഞത് കേട്ടില്ലേ, അവന് തന്നെ കാണണമെന്ന്, അതുകൊണ്ട് നീ ചെല്ല്. കൺമണി പിന്നെയും പറയുന്നുണ്ട് സുജാതയോട്, കൃഷ് സാറിന്റെ കാര്യത്തിൽ ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, സാർ ഓക്കെയാണ്. കേട്ടില്ലേ സുജു, അവനിപ്പോ ഓക്കെ ആണെന്ന്, അതുകൊണ്ട് നീ പോയി കണ്ടിട്ട് വാ. ഇപ്പൊ അവനെ കാണുന്നത് അവനും തനിക്ക് ഒരു ആശ്വാസമാകും. സുജാതയാണെങ്കിൽ കൃഷിനെ കാണാനുള്ള താല്പര്യമോ ആഗ്രഹമോ ഒന്നും കാണിക്കുന്നില്ല. എങ്കിലും കൺമണിക്കൊപ്പം കൃഷിനെ കാണാൻ വേണ്ടി ഐസിയുലേക്ക് പോകുന്നുണ്ട്. സാഗറിനെ ദേഷ്യത്തോടെ തുറച്ചു നോക്കിക്കൊണ്ടാണ് സുജാത പോകുന്നത്. കൺമണിയാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സുജാത ഐസിയുലേക്ക് കയറിപ്പോയതും കൺമണിയോട് സാഗർ ചോദിക്കുകയാണ്, മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നു എന്ന്. അപ്പൊ കൺമണി പറയും, ഇല്ല സാർ, എനിക്ക് കഴിക്കാനൊന്നും തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോള് ക്യാൻറ്റീനിലേക്ക് ചെല്ല്, പോയിട്ട് ജ്യൂസോ അങ്ങനെ വല്ലതും കഴിച്ചിട്ട് വാ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. കൺമണിയോട് പോയിട്ട് കഴിച്ചിട്ട് വരാൻ തന്നെ പറഞ്ഞിട്ട് സാഗർ കൺമണിയെ പറഞ്ഞയക്കുകയാണ് അവിടുന്ന്. തുടർന്ന് സാഗർ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തനിയും മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതിന് മാത്രം ദുഃഖങ്ങളൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ഈശ്വര ചെയ്തത്. ഈ എല്ലാ പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറി എന്റെ കുടുംബത്തെ പഴയതുപോലെ എനിക്ക് തിരിച്ചു തരണേ എന്ന് മനസ്സാലെ പ്രാർത്ഥിക്കുന്നുമുണ്ട് സാഗർ. അതിനുശേഷം സുജാത കൃഷിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കൃഷിനെ സുജാതയെ കണ്ടിട്ട് നല്ല സന്തോഷമാവുന്നുണ്ട്. സുജാത കൃഷിനെ കണ്ടിട്ട് സന്തോഷമൊന്നും നടിക്കുന്നില്ല. അപ്പൊ കൃഷി ചോദിക്കും, എന്തിനാ അമ്മ ഇങ്ങനെ മുഖം കറുപ്പിച്ചിരിക്കുന്നത്, ആ കണ്ണ് കണ്ടാൽ അറിയും ഫുൾ ടൈം കരച്ചിലായിരുന്നു എന്ന്. ഞാൻ ഫുള്ളി ഓക്കെയാണ്, പിന്നെ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് കാണാനേ ഒരു രസമില്ല. ഒന്നുകിൽ തല്ലുണ്ടാക്കിയതിന് എന്നോട് ചീത്ത പറ, അല്ലെങ്കിൽ എന്റെ ചെവിക്ക് പിടിക്കും. ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് കാണാനേ ഒരു രസമില്ല. ഇത്രയും കേൾക്കുന്നതും സുജാത സീരിയസ് ആയിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. അത് കേട്ട് കൃഷി പറയും, അതെന്ത് ചോദ്യം അമ്മേ, ചില സിനിമകളിലെ ഹോസ്പിറ്റൽ സീൻ കാണുന്ന പോലെ. ഇനി അതല്ല വിഷമം കൊണ്ടാണെങ്കിൽ വിഷമമൊന്നും വേണ്ട, എനിക്കിപ്പോ ഒരു പ്രശ്നവും. നോക്കിയേ, എന്റെ കയ്യിൽ ഇപ്പൊ പഴയ പോലെ ബ്ലീഡിംഗ് ഒന്നുമില്ല, എല്ലാം കുറഞ്ഞു. ഒന്നുമില്ലെങ്കിലും എന്റെ ദേഹത്തുള്ളത് എന്റെ അമ്മയുടെ ചോരയല്ലേ, അതങ്ങനെ പാഴാക്കി കളയാൻ പാടുണ്ടോ. കൃഷിന്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സുജാതയ്ക്ക് വല്ലാതെ ഫീൽ ആവുന്നുണ്ട്, കണ്ണുനീരെല്ലാം വരുന്നുണ്ട്. അപ്പൊ കൃഷി പറയും, ഞാൻ പറഞ്ഞ സത്യമാണോ, ഇപ്പോഴേ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ, അമ്മ വിഷമിക്കുകയേ വേണ്ട. പിന്നെ ഈ ഹോസ്പിറ്റൽ വാസമാണ് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ കൃപമോളെ സമ്മതിക്കണം, ഇതിനകത്ത് കിടന്ന് ഇത്രയും നേരം എനിക്ക് അമ്മയെ വല്ലാതെ മിസ് ചെയ്തു. അതെന്താണെന്ന് സുജാത ചോദിച്ചപ്പോ, അതൊന്നുമില്ല, എനിക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ അമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കാനാണ് എനിക്കിഷ്ടം, അതമ്മയ്ക്ക് അറിഞ്ഞൂടെ. ഇതിപ്പോ ഇത്രയും നേരം ഈ മുറിക്കകത്ത് സഹിക്കാൻ വയ്യ, വല്ലാത്ത സഫോക്കേഷൻ. തുടർന്ന് കൃഷ് സുജാതയോട് ചോദിക്കുകയാണ്, തന്റെ തലയൊന്ന് തലോടി തരാമോ എന്ന്. അതെന്താണെന്ന് സുജാത തിരിച്ചു ചോദിച്ചപ്പോ, എനിക്ക് പനിയൊക്കെ വരാറുള്ളപ്പോ അമ്മ തടവി തരാറുണ്ടല്ലോ, ഞാൻ മടിയിൽ കിടക്കുമ്പോഴും അമ്മ തടവി തരാറുണ്ട്, അതുപോലെ. ഏതായാലും കൃഷിന്റെ അഭ്യർത്ഥന പ്രകാരം അവനെ ഒന്ന് തലോടി കൊടുക്കുമ്പോഴും സുജാതയുടെ ഉള്ളിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. സുജാതയുടെ സ്പർശനം കൃഷി ഏറെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സ്വന്തം മകനെ അല്ല എന്ന സത്യം സുജാതയെ ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരുന്നു. ആ സത്യം മനസ്സിൽ നേർന്നത് കൊണ്ട് തന്നെ അധിക നേരം കൃഷിനെ തലോടി കൊടുക്കാൻ സുജാതയ്ക്ക് കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ സുജാത ആ കൈകൾ പിൻവലിച്ചു. സുജാതയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം കണ്ട് കൃഷാണെങ്കിലും അന്തം വിട്ടുപോയി. കൃഷി ചോദിക്കുകയാണ്, എന്തിനാ അമ്മ നിർത്തിയത്, തടവിത്ത, എന്റെ പൊന്നമ്മയല്ലേ. തടവി തരാൻ തന്നെ പറഞ്ഞ് കൃഷി കുട്ടികളെ പോലെ ചിണുങ്ങുമ്പോ അതൊക്കെ അതിന് കഴിയില്ലാത്തത് കൊണ്ട് തന്നെ തനിക്ക് നല്ല തലവേദന എന്നൊരു കള്ളം പറഞ്ഞുകൊണ്ട് കൃഷ്ണനോട് നന്നായിട്ട് റെസ്റ്റ് എടുക്കാനും പറഞ്ഞ് സുജാത അവിടെ നിന്ന് എണീറ്റ് പോകാൻ തുടങ്ങുകയാണ്. സുജാതയ്ക്ക് തലവേദനയാണെന്ന് പറഞ്ഞത് കൃഷി വിശ്വസിച്ചിരുന്നുവെങ്കിലും തന്റെ തല തടവിക്കൊണ്ടിരുന്ന സുജാത പെട്ടെന്ന് കൈ പിൻവലിച്ച് അവിടെ നിന്നും പോയത് കൃഷ്ണനെ വല്ലാതെ സങ്കടപ്പെടുത്തി. പിന്നീട് കൺമണി സാഗറിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, കഴിഞ്ഞ രാത്രി അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലെ, മുഖം കണ്ടാലറിയാം നല്ല ക്ഷീണമുണ്ടെന്ന്. അത് പിന്നെ ആദ്യമായിട്ടല്ലേ മോളെ അവനിങ്ങനെ ഒരു അപകടം പറ്റിയത്, പിന്നെ ഹോസ്പിറ്റലാവുന്നത്. സത്യം പറഞ്ഞ 2 കൈയും കാലും തളർന്ന അവസ്ഥയിലായിരുന്നു ഞാനും സുജുവും. അത് കേട്ട് കൺമണിയും പറയുന്നുണ്ട്, എനിക്കും ടെൻഷനായിരുന്നു സാർ, ഒരുപാട് വട്ടം നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. സാഗർ അതിന്റെ കാരണവും കൺമണിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൺമണിയുടെ കോളുകളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ അറ്റൻഡ് ചെയ്യാനോ അവനെ പറ്റി എന്തെങ്കിലും പറയാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ. മോൾക്ക് മനസ്സിലാവുമല്ലോ. ശേഷം മനോജിനെ പറ്റിയൊക്കെ ചോദിക്കുകയാണ്.
സാഗർ കൺമണിയോട്. കൺമണി അറിയിക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ല. ഇന്ന് രാവിലെ അച്ഛൻ കോടതിയിൽ പോയിരുന്നു. സബ് ജയിലിലേക്ക് മാറ്റിയെന്നാണ് അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഏട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണെന്നെല്ലാം കൺമണി സാഗറിനോടായിട്ട് പറയുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുജാത ICUയിൽ നിന്നും വരുന്നത്. സുജാതയെ കണ്ടിട്ട് കൺമണി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മയെ കണ്ടപ്പോൾ സാറിന് ഒരുപാട് സന്തോഷമായി കാണും അല്ലേ? ആയി കാണും, എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഓർമ്മ വന്നപ്പോ തൊട്ട് ഞാൻ അടുത്തുണ്ടായിട്ടും അമ്മയെ കാണണമെന്നും പറഞ്ഞ് നേഴ്സിനോട് ബഹളം വയ്ക്കുകയായിരുന്നു ക്രിഷ് സാർ. അല്ലെങ്കിലും പുറത്തെല്ലാം വലിയ ആളായിട്ട് നടക്കും, പക്ഷെ അമ്മയുടെ മുമ്പില് സാർ ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നുള്ള ഭാവമാണ്. സുജാതയുടെ മുഖം പിന്നെയും തെളിയാത്തത് കാണുമ്പോ കൺമണി ചോദിക്കുകയാണ്, മോനെ കണ്ടിട്ട് വന്നിട്ടും അമ്മയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തത്? സാഗർ സാർ എന്നോട് പറഞ്ഞിരുന്നു ക്രിഷ് സാർ ഇങ്ങനെ അപകടം പറ്റിയിട്ട് ആശുപത്രിയിൽ കിടന്നിട്ടില്ല എന്ന്. അതായിരിക്കും അല്ലേ അമ്മയെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു മകൻ, അതിനേക്കാളേറെ മകനെ സ്നേഹിക്കുന്ന ഒരു അമ്മ. ഇതൊക്കെ കാണുമ്പോൾ ജനിച്ച നാള് മുതല് അമ്മയില്ലാതെ വളർന്ന എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവുകയാണ്. ചില നിമിഷങ്ങളിൽ നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു, മടിയിലുറങ്ങാൻ, അമ്മ പറയുന്നത് കേൾക്കാൻ, അമ്മയ്ക്ക് വേണ്ടി വാശി പിടിക്കാനൊക്കെ. ഈ ലോകത്ത് അമ്മയുള്ള എല്ലാ മക്കളും ഭാഗ്യം ചെയ്തവരാ. മക്കളിങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ അമ്മ അവരുടെ അടുത്തുണ്ടാവുന്നത് അവർക്കൊരു ധൈര്യമല്ലേ? പെറ്റമ്മാന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യമാണ്. കൺമണി അങ്ങനെ ഓരോ തവണയും അമ്മയെക്കുറിച്ച് വാചാലയാകുകയും വൈകാരികമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സുജാത ഇടയ്ക്കിടയ്ക്ക് സാഗറിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ തിളച്ചു പൊങ്ങുന്ന ദേഷ്യത്തോടെയുള്ള ആ നോട്ടം സാഗറിനും വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. പിന്നീട് കൺമണിയുടെ വാക്കുകൾ കേട്ടിട്ടും യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ തികച്ചും മരവിച്ച മനസ്സോടെ സുജാത അവിടെ ഒന്ന് നടന്നു നീങ്ങി. അതിനുശേഷം കാണിക്കുന്നത് തിരക്കിട്ട് വന്ന മാനസ ജയമോനോടും ഹേമയോടും ആ കാര്യം പറയുകയാണ്. ഒരു എമർജൻസി കേസുണ്ട്, അത് കൂടുതൽ പ്രശ്നമാക്കാതിരിക്കാൻ എനിക്ക് അച്ഛന്റെ ഹെൽപ്പ് വേണം. എന്നെ ഇപ്പോൾ ധനലക്ഷ്മി വിളിച്ചിരുന്നു. കൺമണിയും കൃഷ്ണൻ തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ച സമയത്ത് തന്നെ നടത്തണമെന്നാണ് കൺമണിയുടെ അച്ഛന്റെ ആഗ്രഹമത്രേ. അദ്ദേഹം അതിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് കേട്ട് ഹേമ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, അതെങ്ങനെ നടക്കും മോളെ? കൃഷ് ഹോസ്പിറ്റലിലും മനോജ് ജയിലിലും അല്ലേ? ഇത് കേട്ട് മാനസ അതിലൊന്നും കാര്യമില്ലെന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. സാഗറങ്ങളും കൃഷ്ണൻ തീരുമാനിച്ചാൽ ആ കല്യാണം എന്തായാലും നടക്കും. കൺമണിയുടെ അച്ഛൻ സാഗറിനെ കണ്ട് പട്ടിണിയും പരിവട്ടവും പറഞ്ഞ് സെന്റിമെന്റ്സ് ഇറക്കിയ അതിൽ വീഴും സാഗറങ്ങൾ, അതുറപ്പാ. പക്ഷെ അതിനു മുമ്പേ നമ്മൾ എന്തെങ്കിലും ചെയ്യണോ അച്ഛൻ? ഇത് കേട്ട് നമ്മളെന്ത് ചെയ്യാനാണെന്ന് ജയമോഹൻ തിരിച്ചു ചോദിക്കുന്നതും, ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോകാൻ നേരമാകം പറയാമെന്ന്. ഇതാണ് ആ സമയം. അച്ഛനൊന്ന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. കൺമണിയുടെ അച്ഛൻ ശ്രീനിവാസൻ വന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ തടയിടാൻ പരമാവധി ശ്രമിക്കണം. ഹേമയ്ക്കും മാനസയുടെ അതേ അഭിപ്രായം തന്നെയാണ്. കൺമണിയും കൃഷ്ണൻ തമ്മിലുള്ള വിവാഹം ഒരു കാരണവശാലും നടക്കരുത്. നമ്മളത് ഏത് വിധേനയും തടയണം. അതുകൊണ്ട് ജയമോഹനോട് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ തന്നെ ഉപദേശിക്കുകയാണ് ഹേമയും. അവിടെ ചെന്നിട്ട് പറയാനുള്ളത് പറയണമെന്നും പുതിയ പ്ലാനുകൾ അവിടെ അവതരിപ്പിക്കപ്പെടണമെന്നും വേരോട് തന്നെ വെട്ടി വീഴ്ത്തിയേക്കണമെന്നും മാനസ പോകുന്നതിന് മുമ്പ് ജയമോഹനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ജയമോഹൻ. സുജാതയ്ക്ക് തലവേദനയാണെന്ന് മനസ്സിലാക്കുന്ന കൺമണി തലവേദനയ്ക്കുള്ള ബാമെല്ലാം എടുത്തുകൊണ്ട് വന്ന് സുജാതയ്ക്ക് പുരട്ടിക്കൊടുക്കാൻ തുടങ്ങുന്നതും സുജാത തടയുകയാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട്. ശേഷം സാഗറിനോട് ചെന്നിട്ട് സുജാത പറയും, ഞാൻ വീട്ടിലേക്ക് പോവുക. എന്നാൽ അത് കേട്ട് ആകെ അന്തം വിട്ടു പോവുകയാണ് സാഗറും കൺമണിയും. കൃഷ്ണങ്ങാനും തന്നെ കാണണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് സാഗർ ചോദിച്ചപ്പോ, വയ്യാത്തോണ്ട് വീട്ടിലേക്ക് പോയതാണെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ, കുറച്ചൊന്ന് റെസ്റ്റ് എടുത്താൽ ശരിയാവും. എന്നാൽ കൺമണി സുജാതയോട് ചോദിക്കുന്നുണ്ട്, കുറച്ചു നേരം കാറിൽ കിടന്നാലും പോരെയെന്ന്. സാറെങ്ങാനും അന്വേഷിച്ച എന്തു പറയാനാ? തനിക്ക് തലവേദനയാണ്, വയ്യായികയാണെന്നൊക്കെ പറഞ്ഞാൽ അവനും ആകെ ടെൻഷനാകും. അവന്റെ ഉള്ളില് അമ്മ എന്നും അമ്മ തന്നെയാ. കൺമണിയുടെ സാന്നിധ്യം മറന്നുകൊണ്ടാണ് സാഗർ അത് പറഞ്ഞു പോയത്. പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അത് വലിയൊരു തെറ്റായി പോയല്ലോ എന്ന് ഒരു നിമിഷത്തേക്ക് സാഗർ ആകുലതയോടെ ചിന്തിച്ചു. തന്റെ വാക്ക് കൺമണിക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ സാഗർ അത് പെട്ടെന്ന് തന്നെ തിരുത്തി. അത് പിന്നെ അവൻ അമ്മയെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാനാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. എന്തായാലും തലവേദന കൂടിയിട്ട് തന്നെയാണ് സുജുവിന് ഇങ്ങനെ തോന്നുന്നത്. അവൾക്ക് തലവേദന വന്നാൽ പിന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താലേ മാറും. ഇത് കേട്ട് പിന്നെ കൺമണിയും സാഗറിനോട് യോജിച്ചു. സുജാതയുടെ അവസ്ഥ കണ്ട് വിഷമം തോന്നിയ കൺമണി വീട്ടിൽ പോയി തന്നെ വിശ്രമിക്കാൻ സുജാതയോട് പറയുകയാണ്. ഇനിയിപ്പോ അഥവാ കൃഷ് സാർ അമ്മയെ അന്വേഷിച്ച ഞാൻ നൈസായിട്ട് കാര്യം പറഞ്ഞേക്കാം. തലവേദനയായിട്ട് പോയതാണെന്നൊന്നും ഞാൻ പറയില്ല. ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടി പോയതാണെന്ന് പറയാം. ഇനിയിപ്പോ തലവേദനയാണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മയെ മനസ്സിലാക്കുന്ന അമ്മയുടെ മകനല്ലേ കൃഷ് സാറ്. ഏതായാലും ഞാൻ ഇറങ്ങുകയാണ്, ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളാന്നും പറഞ്ഞ് സുജാത പോകാൻ തുടങ്ങുന്നതും സാഗർ അതിനെ അനുവദിക്കുന്നില്ല. എന്നിട്ട് വേഗം അയ്യെ വിളിച്ചിട്ട് സുജാതയ്ക്ക് പോകാൻ വേണ്ടി ഒരു ടാക്സി എല്ലാം ഏർപ്പെടുത്തുകയാണ്. ശേഷം സുജാതയോടായിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ വണ്ടി എത്തും, ഈ വയ്യായികയും വെച്ച് നീ ഒറ്റയ്ക്ക് പോകണ്ട. സാഗർ പറഞ്ഞത് കേട്ട് സുജാത പിന്നെ ഒന്നും മിണ്ടാതെ
ചെയറിൽ പോയിരിക്കുകയാണ്. കൺമണിക്ക് മനസ്സിലാവുന്നുണ്ട് സുജാതയ്ക്ക് എന്തോ വലിയ വിഷമമുണ്ട് മനസ്സിലെന്ന്. കൺമണി പിന്നീട് അടുത്ത് പോയിരുന്നിട്ട് ചോദിക്കും, അമ്മയുടെ മനസ്സിൽ ശരിക്കും എന്താണ്? ഞാൻ നിർബന്ധിക്കുകയൊന്നുമല്ല, എന്നോട് പറഞ്ഞാൽ ആശ്വാസം കിട്ടുന്നതാണെങ്കിൽ അമ്മയ്ക്കത് പറയാമല്ലോ. എല്ലാം പറഞ്ഞു ആശ്വസിച്ചു അല്ലേ അമ്മേ നമ്മൾ ഇത്രയും കാലം മുന്നോട്ട് പോയത്? എന്താണ് പ്രശ്നം? എന്നോട് പറ. എന്നാൽ സുജാത കൺമണിയോട് പറയുന്നത് ഒന്നുമില്ല, ഇതൊരു തലവേദന തന്നെയാണെന്നാണ്. കൺമണിക്ക് ഡൗട്ടൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി തലവേദന കൊണ്ട് സഹിക്കാൻ കഴിയാത്തതുപോലെ സുജാത നെറ്റിയിൽ കൈകൾ അമർത്തിപ്പിടിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം ധനലക്ഷ്മിയെ കാണാൻ ധനലക്ഷ്മിയുടെ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട്. ഉള്ളിലെ ദേഷ്യം ഒട്ടും മറച്ചു വെക്കാതെ ധനലക്ഷ്മിയുടെ അമ്മ പറഞ്ഞു, ഇവിടെ എന്താണ് വിശേഷമെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വിശേഷങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും ചെറുക്കന് ചെറിയൊരു ജോലി ഉണ്ടല്ലോ, നല്ല സ്വഭാവമാണല്ലോ എന്നൊക്കെ കരുതിയാണ് നിന്നെ അവനെ കൊണ്ട് കെട്ടിച്ചത്. അവൻ അധ്വാനിയാണെന്നും എന്തെങ്കിലും ജോലി ചെയ്ത് രക്ഷപ്പെട്ടുകൊള്ളുമെന്നും നിന്നെയും മോനെയും നന്നായി നോക്കിക്കൊള്ളുമെന്നാണ് ഞാൻ കരുതിയത്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ധനലക്ഷ്മി, അങ്ങനെ തന്നെ ആയിരുന്നു അമ്മേ, കഴിഞ്ഞ കുറച്ച് നാളായിട്ടല്ലേ എല്ലാം തല തിരിഞ്ഞത്, ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. എന്നാൽ ഇത് കേട്ട ഉടനെ ധനലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട്, കുറച്ചു കാലമായിട്ട് അവന് ജോലിയും കുലിയും ഇല്ലാന്നൊക്കെ ഞാനും അറിഞ്ഞെന്ന്. എന്നാലും അവൻ എന്തെങ്കിലും ഒരു വഴി കാണുമെന്ന് വിചാരിച്ചപ്പോൾ അവൻ കണ്ടുപിടിച്ചത് പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി. അങ്ങനെ പറയുകയാണ് പരിഹാസവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ ധനലക്ഷ്മിയുടെ അമ്മ.